സ്പൈഡർമാന്റെ ബാഗ്, പിന്നെ ചെരുപ്പ്, പിന്നെ കൊട, പിന്നെ സ്കൂൾ ഫീസ്, പിന്നെ വണ്ടി വാടക വേറെ. ഇതൊക്കെ നാളെ സ്കൂളിൽ കൊണ്ട് കൊടുക്കണം. പൊന്നാ ഒരു 5000 രൂപ മറക്കാൻ പറ്റൂ ഇയാൾക്ക്? ഇതന്നെയാണ് പലിശ വീട്. വാസന്റെ വീടതാ. അതെ 5000 രൂപ തരുവാള്. ഇപ്പൊ എണ്ണില്ല, ചെക്ക് ബുക്ക് എടുക്കണ്ട. ചെക്ക് എന്റെ ഉണ്ട്, ഉറപ്പായി കിട്ടൂടാ. കിട്ടൂല. പിന്നെ 500 രൂപ അപ്പന്നെ കൊടുക്കണം. 500 രൂപ പലിശ 500 വേറെ കൊടുക്കണം. ഞാൻ മാത്രല്ല, ഞാൻ കൂട്ടുകാരന്റെ വണ്ടി വിളിച്ചിട്ട് ആളെ നേരിട്ട് പരിചയമില്ല. വണ്ടി ബൈക്ക് വിളിച്ചിട്ട് പോയേ, അവനാണെങ്കിൽ ആളെ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും അവനൊരു അര വാങ്ങണം. നമുക്ക് വാങ്ങാം, എന്നിട്ട് അവനും കൂടി കൊടുക്കണം. ചില അവനെ പരിചയപ്പെടുത്തി, അവൻ വേറെ ആളുടെ നമ്പർ ആയിട്ടാണ് നമുക്ക് പറഞ്ഞത്. അവനെ കറക്റ്റ് അറിയില്ല. വീട് ഇന്നലെ വന്ന് സ്പോട്ടിൽ വന്ന് വീടൊക്കെ കണ്ട് സ്കെച്ച് ചെയ്ത് പോകുന്നു ഞാൻ. ആളവിടെ ഉണ്ട്, നമുക്കിപ്പോ പോവാം. ഓക്കെ. അപ്പൊ 1/2 ലിറ്റർ നിനക്ക് 4500 പണ്ടടങ്ങ കാശ് ബാഗ് നോക്കാം. ഞാനാ പലിശ വെച്ചോണ്ടാ. അതേ, ഒരു 6 ടയർ പുത്തൻ ഫ്രണ്ട് ഗ്ലാസ് മാറാത്ത നല്ലൊരു വണ്ടി ഡോക്ടർ ഉപയോഗിച്ചിരുന്നത് കൊടുക്കാണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ലെക്ക മോനെ മേടിച്ചോ. ഡോക്ടർ ഉപയോഗിച്ചിരുന്ന ടിപ്പർ. ബെസ്റ്റ് വണ്ടി. ആള് പാലക്കാട് സർജനാ. ഉച്ചവരെ സർജനാവും. അത് കഴിഞ്ഞ കല്ലെടുക്കാൻ പോവും. രാത്രി കല്ലിടും. ഇത് കഴിഞ്ഞ ഒരു ലേഡി ഡോക്ടർ ഉപയോഗിച്ചിരുന്ന ഒരു കല്ലിന്റെ വേറെ വരാനുണ്ട്. ശരിടാ. പിള്ളേരെ കൊണ്ടുവച്ച ബൈക്കിന് പലിശ തന്നില്ല. ഇതുവരെ തന്നിട്ടില്ല. ഫോൺ എടുക്കില്ല, വിളിച്ചിട്ട് എടുക്കണോല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നീ ആ വണ്ടി എടുത്തിട്ട് നേരെ എറണാകുളം മേലേക്ക് വെച്ച് പിടിച്ചോ. ഹെൽമെറ്റ് ഇടരുത്. കാരണം പിന്നെ അവിടെ കംപ്ലീറ്റ് ക്യാമറ അടിക്കുമ്പോ അവർക്ക് മെസ്സേജ് വരില്ലോ. അപ്പൊ അവര് നമ്മളെ വിളിക്കുമല്ലോ. മറ്റേ സ്കൂൾ കുട്ടീനെ ബാഗും കൂടൊക്കെ മേടിക്കണെന്ന് പറഞ്ഞതല്ലേ? നീനാള്. പിന്നെ കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. കണ്ടില്ലേ, ഇവൻ 92-ൽ ഇവന്റെ അമ്മ ബാഗും കൂടെ മേടിക്കാൻ വേണ്ടിട്ട് ഇവനെ പണയം വെച്ച് പോയതാ. ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ വേറൊരു കേസുണ്ട്, ഒരു 1000 രൂപയിൽ പിടിക്കും. 500 പലിശക്ക് എടുക്കുന്ന പറഞ്ഞതേ. 500 പറഞ്ഞു. ഇത് കുട്ടികളെ കേസാ. സ്കൂൾ തുറക്കല് ഒരു കൊല്ലത്തിലുള്ളോ. 1000 പിടിക്കും ഞാൻ. അതെ. അപ്പൊ 4000 കിട്ടല്ലോ അല്ലേ? 4000 കിട്ടുള്ളൂ. 4000 പിന്നെ നിന്റെ മറ്റേ തിണ്ടിക്ക് 500. അതെന്തിനാ? 1500. അല്ല, ഒരു 1/2 ലിറ്റർ വേറെ വേണം. അത് വേണമെന്ന്. കാരണം ഇപ്പൊ നിനക്കിപ്പോ പൈസ തന്നു കഴിഞ്ഞാൽ നിന്റെ ഇപ്പൊ ഒരു 4000 രൂപ കാണില്ലേ? അപ്പൊ നീ പൈസക്കാരനായില്ലേ? അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് സാധനം പിടിച്ചിട്ട് വാ. കൊച്ചുണ്ണി, ഇപ്പൊ ഇവനെ അടിക്കാനുള്ള സാധനം ഇട്ടിരിക്കില്ലേ? വെള്ളം ഗ്ലാസ് എടുത്തിട്ട് തട്ടുമുള്ളിക്ക് പോ. ഇങ്ങോട്ട് പാടാ. നിന്നെ ഇതൊക്കെ ഒരു സന്തോഷല്ലടാ. അപ്പൊ നിനക്ക് നല്ലൊരു കമ്പനി കിട്ടിയില്ലേ? ഞങ്ങളുടെ പരിപാടികൾ അങ്ങനെയാ. എല്ലാവർക്കും ഞങ്ങൾ പൈസ കൊടുക്കും. ആത്മാർത്ഥതയിൽ മൂത്രമൊഴിക്കുക, ചതി, വഞ്ചന, ഈ വക പരിപാടികൾ ഞങ്ങൾക്കില്ല. അപ്പൊ നീ തന്നെ നോക്ക്, 1000 രൂപ പലിശ എടുത്താലും ഇപ്പൊ ബീവറേജിൽ നിന്ന് ഇപ്പൊ സാധനം പിടിച്ച് വരുമ്പോ 700 രൂപ അതിന് പോകും. അത് ഞാൻ കൊടുക്കണല്ലേ? ഞാൻ കൊടുക്കണം. ഇപ്പൊ അത് കുടിക്കില്ലേ? കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പ കുഴിമന്തി കഴിക്കണം. ചേട്ടൻ കുഴിമന്തി കഴിച്ചോ? അതിന്റെ പൈസ നീ കൊടുക്കണം. അത് ഞാൻ കൊടുക്കണ? പിന്നല്ലാണ്ട്. അതെന്ത് പരിപാടി ചേട്ടാ? അതെ, ശിക്ഷ വിളിക്കണ്ടല്ലോ. ഹലോ. ഞാൻ എഴുതിയ ഒരു കുഴിമന്തി. വെള്ളക്കൂട്ടം മയാമിസ് വെള്ളക്കൂട്ടാൻ. അത് കൂടുതൽ കിട്ടോ. നിനക്കും തൊട്ട് വേണ്ടേ? എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട. ശിഷ്യന് ഇറച്ചിയും കൊള്ളിയാ. നിനക്ക് പിന്നെ ഇന്ന് ഇറച്ചിയും കൊള്ളിയാണല്ലോ. നിനക്കും തൊട്ടാ പറഞ്ഞോ. ഇതിന് കിട്ടില്ലേട്ടാ, കുഴിമന്തിന്ന് കിട്ടില്ലേ? മുട്ട കൊള്ളി പറഞ്ഞോ? അവനൊരു മുട്ടയും കൊള്ളി. ഓക്കെ, ശരി. 2 പെപ്സിറ്റാ. ഓക്കെ. അതല്ല, കാര്യം കൂടി പറയട്ടെ നിന്നോട്. ഇവിടെ തറവാട്ടമ്പലത്തിലെ പരിപാടിയാ. ശക്തിയുള്ള ദേവിയാ. ഒരു 1000 രൂപ കാണിച്ചിട്ടേ. 1000 രൂപ ഇടണ? എന്റെ കുട്ടി സ്കൂളിലൊക്കെ പോണതാ. വെറുതെ വേണ്ടാത്തതിന് നിൽക്കണ്ട ദൈവകാര്യങ്ങളാ. അതല്ല, എനിക്ക് ബാഗും കൊടയും മേടിക്കാൻ പൈസ ഉണ്ടാവോ? അതൊക്കെ ഉണ്ടാവൂടാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാഗ് മേടിക്കാനുള്ള പൈസ ഒരു 500 രൂപ നിനക്ക് ഉണ്ടാവും എന്തായാലും. 500? പിന്നെ ഇതിന്റെ ഒക്കെ ചെലവ് നീ കൊടുക്കണ്ടേ? പിന്നെ ഞാൻ കൊടുക്കൂ. ശരി, ഇപ്പൊ തട്ടിപ്പോണു. അല്ല, നീ ഒന്നും പറയണ്ടാന്ന്. കാര്യങ്ങളൊക്കെ ഓക്കെയാ, നീ സെറ്റാ. പിന്നെ 1-ാം തീയതി മാസം 1000 രൂപ പലിശ ഇട്ടെന്നില്ലേ? കൊച്ചുണ്ണിനെ അറിയാലോ നിനക്ക്. വെറുതെ അവന്റെ കൈ മെനക്കെടുത്തണ്ട. പലിശ കറക്റ്റ് ആവും. പലിശ കറക്റ്റ് ആയിക്കോ. പക്ഷെ അതല്ല, ഞാൻ ഇതിന്റെ ഒക്കെ പൈസ കൊടുക്കുമ്പോ എനിക്ക് കാര്യം ചെയ്തേ, നീ പൊക്കോ. ബാഗും ഇതൊക്കെ മേടിക്കണ്ടല്ലോ, പൊക്കോ. അതല്ല പൊക്കടാ. പൈസ അത് ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. അതെ, മതി, നീ വിട്ടോ. നിന്റെ ബാക്കിയുള്ള പൈസ 500 രൂപ ആശാൻ ഗൂഗിൾ പേ ചെയ്യും. 500 രൂപയാ? 500 ചെലവിന്റെ പൈസ നീ കൊടുത്തില്ലേ? ചേട്ടാ, 500 രൂപയ്ക്ക് ബാഗൊന്നും കിട്ടില്ല. അതൊക്കെ അവിടെ എത്തും. എനിക്കടാ. ഒറ്റ മിനിറ്റ്.
ചതി. എന്തായാലും മുമ്പി ഇനി ഒന്നും നോക്കാനില്ല. അളിയനെ വിളിച്ച് 4 തെറി പറഞ്ഞിട്ടേ അളിയൻ വേഗം കൂടെ ഒക്കെ മേടിച്ചോന്നോട്ടെ. ഇപ്പൊ ഇതിലേക്കുള്ളോ? അതിലേക്കുള്ളത് നീ എന്തിട്ടാൻ ചെയ്താ? ഞാൻ നിങ്ങളുടെ ഒപ്പം കൂടാ നല്ലത്. ഇത് നല്ല സുഖമുണ്ട് ഈ പരിപാടി.